ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം എൻ്റെ കമാൻഡർ നടത്തി തരാൻ പോവാണ്. വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ ഈ മനുഷ്യൻ ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് സഹായിച്ചു തരില്ല, വലിയ കാര്യം സഹായിച്ചു തരും. പക്ഷെ ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈയോടെ പിടിച്ചിട്ട് വന്നു. എൻ്റെ സെക്കൻഡ് സ്റ്റഡ് കുത്തൽ സെറിമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുത്തി കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഗൺ ഷൂട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്ക് കുത്തി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരുന്ന എൻ്റെ കാതിൽ നമ്മുടെ സ്മിത്ത് ചേട്ടൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം ആദ്യം ഞാൻ കരുതിയത് 1ഉം 2ഉം കുത്തിയാൽ മതി എന്നായിരുന്നു. പിന്നെ ഞാൻ കരുതി എന്തായാലും കുത്തുന്ന കുത്തല്ലേ, ഒരു മൂന്നാമത്തേതും കൂടി ആയിക്കൂടാ എന്നില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ മൂന്നാമത്തെ ആ കുത്തൽ കുത്തുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് അതിന് മുമ്പ് തന്നെ, അത് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല, കാരണം പുള്ളിയാണല്ലോ വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ പുള്ളി ഭയങ്കര ഒബ്സർവേഷൻ ആയതുകൊണ്ടിട്ട് ആ വീഡിയോ പുള്ളിക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. പുള്ളി അതിന് മുന്നേ തന്നെ നമ്മുടെ സ്റ്റോണിൻ്റെ ബിന്ദിയില്ലേ, അതെൻ്റെ കാതിൽ വെച്ചിട്ടൊക്കെ നോക്കിയായിരുന്നു. അപ്പം അതായത് ഈ സ്മിത്ത് ചേട്ടനെ കൊണ്ട് എന്നെ നോക്കിച്ചായിരുന്നു. അപ്പോൾ പുള്ളി ഓക്കെ ആണെന്ന് വിശ്വസിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു റിയലായിട്ട് ഗൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പെർമിഷൻ തന്നത്, എൻ്റെ ഹസ്ബൻഡ് പെർമിഷൻ തന്നത്. അല്ലെങ്കിൽ പുള്ളി തരത്തില്ലായിരുന്നു, ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൂക്കിൽ ഞാൻ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ, നോസ്പിൻ. അപ്പം എനിക്കും വലിയ ഭംഗി തോന്നിയില്ല. ഹസ്ബൻഡും പറഞ്ഞു വേണ്ട, അങ്ങനെ ഇങ്ങനെ കുത്തണ്ട, അല്ലാണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചാൽ മതി, അല്ലാതെ കുത്തണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല മൂക്കിൽ കുത്തിയിട്ട്, മൂക്കിൽ വെച്ച് നോക്കിയിട്ട് സ്റ്റോൺ. അങ്ങനെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫസ്റ്റ് ഈ ഗൺ ഷൂട്ട് ചെയ്തപ്പം വേദന അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സെക്കൻഡിൽ വെച്ചില്ല, അപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് ഈ കാതിലല്ല കേട്ടോ, അപ്പുറത്തെ കാതിലായിരുന്നു നല്ല പെയിൻ. ഭയങ്കര അധികം നമ്മൾ റെഡിഷായി പോയി എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്താലും അത് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ എടുക്കുമല്ലോ. അതുകൊണ്ടിട്ട് എനിക്കത് ഭയങ്കര എന്താ പറയുക, എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എനിക്ക് വേദന അറിയുന്നില്ല. അതുകൊണ്ട് ഭയങ്കര വേദന ഉണ്ടെങ്കിലും ആ വേദന അങ്ങോട്ട് അപ്പം തന്നെ പോയി. അതാണല്ലോ സത്യം. അങ്ങനെ അതിനധികം വേദന പറയാനും പറ്റത്തില്ല കേട്ടോ, പേടിയുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഫേസൊക്കെ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ സോറി കേട്ടോ, ഇവിടെ രാവിലെ വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ്. കുക്കറിൽ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സോ എക്സ്ക്യൂസ് മീ. പിന്നെ അതിനുശേഷം പിന്നെ എന്നോടൊപ്പം ഞാൻ സ്റ്റഡ് ഇതിനിടാൻ വേണ്ടിയിട്ട് പുതിയ എനിക്ക് വാങ്ങണമല്ലോ സെക്കൻഡ് സ്റ്റഡ്. അപ്പം അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു ഒറിജിനലായിട്ടുള്ള മറ്റേ ശരിക്കുമുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗൺ ഷൂട്ട് വേണ്ടായിരുന്നു, നോർമലായിട്ട് കുത്തിയാൽ മതിയായിരുന്നു, അപ്പം തന്നെ പുതിയ കമ്മലിടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ നോർമലായിട്ട് കുത്താൻ എനിക്കും പേടി, അതിനപ്പുറത്ത് എൻ്റെ ഹസ്ബൻഡിനും പേടിയായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി വേണ്ട, ഗൺ ഷൂട്ട് ചെയ്താൽ മതി എന്ന് കരുതി. അപ്പം അതിനുശേഷം ഒരു 2 വീക്സ് ഇത് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ട് കല്യാണത്തിൽ വന്നിട്ട് സെക്കൻഡ് സ്റ്റഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ 2 കണ്ടു, പക്ഷേ എനിക്കത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പം ഒത്തിരി കളക്ഷൻസ് വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഇവിടെ തന്നെ വരാം, കാരണം ഇദ്ദേഹത്തിനെ കൊണ്ട് തന്നെ അത് ഇടിപ്പിക്കാമെന്ന് കരുതി. ഒറ്റയ്ക്ക് ഇടാനൊരു പേടി, കാരണം ഞാൻ ഫസ്റ്റ് ഒരു പണ്ടിരിക്കുക ഇങ്ങനെ കുത്തിയിട്ടുണ്ടേക്കാം അത്, പക്ഷേ ഞാൻ പിന്നെ ഭയങ്കര വേദന എടുത്തപ്പോൾ അത് അഴിച്ച് കളയാനുണ്ടായിരുന്നത്. അതാണ് ഈ പ്രാവശ്യം കുത്തിയപ്പോൾ അത്ര വേദന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വേദന തോന്നാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വളരെ അതിയായ ആഗ്രഹം സഫലീകരിച്ചത് കൊണ്ടിട്ടാകാം. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായിരിക്കാം. കാരണം ഇതേപോലത്തെ കുത്തും കോമയൊന്നും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, എനിക്കും സ്വർണ്ണം ഇടുന്നത് ഇഷ്ടമല്ല. എന്നിരുന്നാലും നമുക്ക് പല 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 കുഞ്ഞു കമ്മലും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ രസമല്ലേ, ഇങ്ങനെ ഒരേപോലത്തെ തന്നെ. നമുക്കിപ്പം ഇമിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് തന്നെ വേണമെന്നില്ല, ഇമിറ്റേഷൻ ആണെങ്കിലും ഇങ്ങനെ കുഞ്ഞു വലുത് ചെറുതെന്ന് പറഞ്ഞിടാമല്ലോ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു നടുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി കുത്തിക്കോളാൻ പറഞ്ഞായിരുന്നു. കളിയാക്കിയതാണോ ഇല്ലയോ എന്നറിയില്ല. എന്നിരുന്നാലും എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി. ഇത് കേൾക്കുന്നവർക്ക് തോന്നാൻ ഇത് വലിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ അറിയില്ല. ഒരുപാട് നാൾ ഞാൻ പുറകെ നടന്നിട്ട് സമ്മതിച്ചൊരു കാര്യമാണ്. കല്യാണത്തിന് മുന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഒരിക്കലും കുത്തിയെന്ന് പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ഒരു പെർമിഷനും കിട്ടിയിരുന്നില്ല കുത്താൻ, അത് വേണ്ട എന്നായിരുന്നു പുള്ളി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴെന്തോ കുറേ പറഞ്ഞപ്പോൾ വിചാരിച്ച് കാണും സമ്മതം കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കാണും. ഇത് കണ്ടില്ലേ, കാതിരിക്കുന്ന കണ്ടില്ലേ, ചുവന്നിരിക്കുന്ന കണ്ടില്ലേ, നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇന്നിപ്പം ഞാൻ പിറ്റേ ദിവസമാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്ന് വേദനയെല്ലാം കുറഞ്ഞു. ഇന്നലെ രാത്രി കിടന്നപ്പോഴും ഇങ്ങനെ കൊള്ളുമ്പം വേദന ഉണ്ടാവുമല്ലോ സ്വാഭാവികം. അപ്പം എന്നോട് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു മുടി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക,
അതുപോലെ തന്നെ കല്ലുപ്പ് വന്നിട്ട് കല്ലുപ്പ് മെൽറ്റ് ചെയ്യിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക അവിടെ, അപ്പം അതിൻ്റെ വേദനയെല്ലാം കുറയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ മുടി കൊള്ളാണ്ടിരുന്നു, പിന്നെ കല്ലുപ്പൊന്നും വെച്ചില്ലായിരുന്നു, അത്രയും സിവിയർ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ വെറുതെ ചോദിച്ചു നോക്കി കേട്ടോ, മൂക്കും കൂടി കുത്തിക്കോട്ടെ പതിയെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേണ്ട എന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. അതിൻ്റെ ഒപ്പം തന്നെ എന്തോ ചീത്തയും പറഞ്ഞു എന്നെ. അങ്ങനെ മൂക്ക് കുത്തുന്നതൊന്നും പുള്ളിക്ക് മൂക്ക് കുത്തി ആർട്ടിഫിഷ്യലായിട്ട് വെച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നോ എന്ന് പറഞ്ഞു. നോ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യരുത്. പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. പുള്ളി പിന്നെ എന്ത് പെർമിഷൻ തരും, പക്ഷെ വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ വൈലൻ്റ് ആവും. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടുള്ള പോകലായിരുന്നു കേട്ടോ, രവിപുരത്തേക്ക് പോകലായിരുന്നു കൊച്ചി. അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല. വേണ്ട, വീഡിയോ എടുക്കണ്ട, അത്രയേ ഉള്ളൂ, നമ്മളെടുക്കാൻ നിൽക്കുന്നതുമില്ല. ഞാൻ എടുക്കാൻ പോയില്ല, അപ്പോൾ തന്നെ പറഞ്ഞു വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പോട്ടെ, വലിയ വലിയ ആളുകളല്ലേ, വിട്ടേക്കാം. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ഇത് വന്ന് നമ്മളുടെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. സ്നാക്സ് കാര്യമായിട്ടല്ല, വീട്ടിൽ മീനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കറി വെച്ച് വീട്ടിൽ വരുമ്പോൾ കുറച്ച് ലാവിഷായിട്ട് ചേട്ടൻ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ പുറത്ത് എനിക്ക് വിശന്നു. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ എനിക്ക് വാങ്ങി തന്നതാണ്. ബർഗർ വാങ്ങിച്ചു, പിന്നെ എഗ്ഗിൻ്റെ ഒരു റോൾ എനിക്ക് വാങ്ങിച്ചു, പിന്നെ ഇവയ്ക്ക് ബർഗർ പാർസൽ വാങ്ങിച്ചു, പിന്നെ വേറൊരു ബേക്കറി കയറി സെർവിനുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിങ്ങനെ ഈവനിങ് ടൈമിൽ മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകാറുണ്ട്. കുട്ടികളുള്ളപ്പോഴും കുട്ടികളായിട്ട് പോയാലും ഒരാഴ്ചയിൽ 2 ദിവസമോ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തും കേട്ടോ. അത് വേറൊന്നുമല്ല, നമുക്കായിട്ടുള്ള സമയം കുറച്ചൊക്കെ കണ്ടെത്തുക തന്നെ, അത്രയൊക്കെയല്ലേ ലൈഫിൽ സന്തോഷമുള്ളൂ.